ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ അമ്മ ഇങ്ങനെ പറഞ്ഞു ഒറ്റയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ട് പോയി എന്തെങ്കിലും പറ്റുമെന്ന് സാധനം പറഞ്ഞില്ലേ, അനുവിന് ഇന്നൊരു അനുഭവം ഉണ്ടായിരുന്നില്ലേ? സെയിം സാധനമല്ലേ ഇപ്പൊ ഈ പറഞ്ഞത്? അതായത് ഒരാൾ വിളിക്കുന്നു, അത് ഒറിജിനൽ അല്ലോ എന്ന് മനസ്സിലാവില്ല. ആ അനുഭവം ഒന്ന് ഷെയർ ചെയ്ത്. നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ഒരു കോള് വന്നതാണ്, എന്നെ മോഡലിങ്ങിന് ക്ഷണിച്ചോണ്ടൊരു കോളാണ്. അപ്പൊ എന്റെ നമ്പർ കൊടുത്തു. അപ്പൊ എന്നോട് സംസാരിച്ചപ്പോ എന്നെയൊക്കെ മോഡലിങ്ങിന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് ആള് ഫേക്കാണ്, ഫേക്ക് ഐഡന്റിറ്റി എന്നോട് ചോദിച്ചു എടാ ഇങ്ങനെ ഒരു അവസരം ഉറപ്പായിട്ടും ചെയ്യും. നല്ലൊരു കാര്യമില്ല, കാരണം ഇവളുടെ ഫേസ് ആണെങ്കിലും കുറച്ചുകൂടി ഒരു നല്ലൊരു ഫേസ് ആണ് ഇവളുടെ. അതെ അതെ അതെ. അപ്പൊ പിന്നെ ഒരു സാരി കൊടുത്തപ്പോ ഞാനിങ്ങനെ നാളെ ഫ്ലെക്സിലൊക്കെ വരും അനു സാരി കുടിപ്പിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു നീ ചെയ്തോളാൻ പറഞ്ഞു. ഇന്നാണ് അറിയുന്നത് അല്ലേ ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിണ്ടാവല്ലോ ഷുവറായിട്ടും. ഫേക്ക് ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ കാസ്റ്റിംഗ് കോൾസോ ചെറുതിലേ മുതലേ ഉള്ളത് കാരണം എൻ്റെ ഈ വരുന്ന ഫോൺ കോൾസ് എല്ലാം എടുക്കുന്നതൊക്കെ എൻ്റെ മമ്മയാ സംസാരിക്കുന്നത്. അപ്പൊ അത് കാരണം എനിക്ക് അങ്ങനെ ഒരു സേഫ് നെറ്റ്. അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണോ മമ്മ? ചെറുതിലേ മുതലേ സംസാരിച്ച് മമ്മയ്ക്ക് ഇപ്പൊ ഒരു ഐഡിയ ഉണ്ട്. പിന്നെ ഞങ്ങൾ ദുബായിലായിരുന്നു ആ സമയം. അപ്പൊ എനിക്ക് ഈ വെക്കേഷന് വരുമ്പോ ഉള്ള പരിപാടികളേ ഉള്ളൂ. ഇപ്പൊ ഫുൾ ടൈം ആക്ടിങ് എടുത്തു, വേറെ പണിയൊന്നുമില്ല. പഠിത്തമൊക്കെ കഴിഞ്ഞോ? 2021 എഞ്ചിനീയറിംഗ്. ഇപ്പൊ എത്ര വയസ്സുണ്ടെന്ന്? 2021 അത് പറയൂല. എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞ. ഏത് സ്ട്രീമാണ്? കമ്പ്യൂട്ടർ. ഇപ്പൊ എൻറ്റയർലി ഡിഫറെന്റ് ഒരു അല്ലേ മേഖലയിലേക്ക്. ഇപ്പോഴാണെങ്കിലും മൂവിംഗ് കാസ്റ്റിംഗ് വരുമ്പോ ശ്രദ്ധിക്കും അല്ലേ? ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അത് മമ്മയ്ക്കുള്ള ഒരു പാരനോയാണ്. അയ്യോ ഇങ്ങനെ ഒറ്റയ്ക്ക് വിളിച്ചോണ്ട് പോവോ എവിടെയെങ്കിലും ഒക്കെ. അങ്ങനെ ഇയാൾക്ക് വരൂലേ? ഡയറക്റ്റ് ഒന്നും വരൂലേ? നേരിട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ ഇല്ല അങ്ങനത്തെ ഒന്നും പറയില്ല. അങ്ങനത്തെ എനിക്ക് ഇൻസിഡൻസ് കുറവാണ്. പ്രോബബ്ലി ബിക്കോസ് ഞാൻ ചിലപ്പം ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ നമ്മളെല്ലാരും ഒരു കാറിൽ വന്നോണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നു, അല്ലെങ്കിൽ എപ്പോഴും ഫാമിലി എപ്പോഴും ഉണ്ടാവും, ലൊക്കേഷനിലൊക്കെ വരും. അപ്പൊ എനിക്ക് തോന്നാ അതിന്റെ ഒരു അല്ല ഈ കുട്ടിയോട് എങ്ങനെ സീരിയസ് ചോദ്യമൊക്കെ ചോദിക്കുക? ഈ നായികന്മാര് മലയാള ഇൻഡസ്ട്രിയിൽ സേഫ് ആണോ എന്നൊക്കെ ചോദിക്കാൻ പോയായിരുന്നു. ഇനിയിപ്പൊ അതൊന്നും വേണ്ട. അല്ല അതിപ്പോ എന്താ പറയാ, അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇങ്ങനെ ഫേക്ക് കോൾസ് വന്നു എന്നൊക്കെ ഇപ്പൊ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം എന്നോട് ചോദിക്കും ചില ഫ്രണ്ട്സ് ഒക്കെ, മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ഫ്രണ്ട്സ് ചോദിക്കും ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾ, ഇങ്ങനെ ഒരാൾ വിളിച്ചു, ഇയാൾ ശരിക്കും ഉള്ളതാണോ, അറിയോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്ക് ഇതേപോലെ കുറെ ഫേക്ക് കോൾസ് വരാറുണ്ട്. ഇന്ന സ്ഥലത്ത് ഓഡിഷൻ നടക്കുന്നുണ്ട് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതൊക്കെ മോസ്റ്റ്ലി സ്കാം. പക്ഷെ കുറെ കുട്ടികൾ പോയി പെടുന്നുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും കുറെ പെൺകുട്ടികൾ ഉൾപ്പെടെ ആൺകുട്ടികളും ഉണ്ട് കേട്ടോ. എങ്കിൽ പോലും ആൺകുട്ടികൾക്ക് പിന്നെ വലിയ പ്രശ്നമില്ല, ഊരി പോരാ അതിൻ്റെ ഒത്തിന്ന്. പക്ഷെ പെൺകുട്ടികൾ ചെന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞു അനുവിനുണ്ടായി അതേ അനുഭവമുള്ള കുട്ടികൾ ഓഫർ നൽകും, സിനിമയാണെന്ന് പറയും, ആരുടെയെങ്കിലും ഫേസ് വെക്കും, നേരെ വിളിക്കും, ലോക്കാക്കും. അവസ്ഥ ശരിക്കും ഇവിടുത്തെ ഏറ്റവും ഇതിന്റെ ഒരു ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിക്ക് പോവാൻ സേഫ് ആണോ എന്നുള്ളതാണ്. കാരണം അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര എന്താ ഒരു വൾണറബിൾ ആയിട്ട് തോന്നില്ല. ഒറ്റയ്ക്കാണ് എന്തും ചെയ്യാം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ശരിക്കും കുറച്ചുണ്ടെന്നാണ് തോന്നുന്നത്. ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത് അവളുടെ എന്നുവെച്ചാൽ കൂടെ ഒരാളുണ്ടെങ്കിൽ ഇനി നമുക്ക് ഒന്നും ചെയ്യണ്ട എന്നുവെച്ചാൽ ചീത്ത തോട്ട്സ് ഒന്നും വേണ്ട അവര്. പക്ഷെ ഒറ്റയ്ക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സാധ്യതയുണ്ട് അല്ലേ? അങ്ങനത്തെ ഒരു എന്തൊരു വൃത്തിയായിട്ടൊരു അപ്രോച്ച്. ദുബായിലാണോ ബോൺ ആൻഡ് ബ്രോട്ടപ്പ്? അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളല്ലേ അത്രക്ക് സൊസൈറ്റിയിലേക്ക് ഇറങ്ങി നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല കേരളത്തിൽ. ഇവിടെ അങ്ങോട്ട് കയറി പോകുന്ന ന്യൂസ് മൊത്തം നെഗറ്റീവാണ്. ഇവിടെ ഒന്നുമില്ല പോസിറ്റീവായിട്ട് വരുന്ന ന്യൂസ് കംപ്ലീറ്റ് അല്ലേ? അവിടെ ഇരിക്കുമ്പോഴാണെങ്കിലും ഒരു പക്ഷേ കേരളം സേഫ് അല്ല എന്നുള്ള തോന്നലൊക്കെ ഭയങ്കരമായിട്ട് കൂടും. എല്ലായിടത്തും ഇഷ്യൂ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ മീഡിയയുടെ പവറാണ് കേട്ടോ ശരിക്കും അത്.